ഇത് ഹിജർ ഇസ്മായിലിന്റെ ആ മേലെ 3 ലൈറ്റ് കണ്ടിട്ടില്ലേ? ആ പഴയ കാലത്തെ ലൈറ്റുകളാണ്. ഇതിന്റെയൊക്കെ ഫോട്ടോസും ഉണ്ടാവും. മുമ്പ് ഉണ്ടായിരുന്നു. എന്തൊക്കെയോ കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. രേഖപ്പെടുത്തിയിരുന്ന കല്ലുകളിൽ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതെന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, അതൊക്കെയാണത്. അതിന്റെ അപ്പുറത്ത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, കണ്ടോ നിങ്ങൾ? ഖുർആൻ കല്ലുകളിൽ കൊത്തിവെച്ച് മസ്ജിദുൽ ഹറാമിന്റെ മേൽ പതിപ്പിച്ചിരുന്ന ഒരുപാട് സ്ഥാപിച്ചിട്ടുള്ള കല്ലിനെ വലയം ചെയ്തിട്ടുള്ള ചില്ലുകൂടാണ് ഇത്. ഖുത്ബോളുന്ന മിമ്പർ, പഴയ ഇമാമ ഖുത്ബ ഓതുന്നത് ആ മിമ്പറാണ്, പഴയ മിമ്പറാണ് കേട്ടോ. ഹിജറ 772 മസ്ജിദുൽ ഹറാമിന്റെ തൂണ് 772 പള്ളിയുടെ വാതില്, പള്ളിയുടെ തൂണ് 772 ഹിജറ 47 അപ്പൊ ഏകദേശം 1800 കൊല്ലം മുമ്പ്. ഇതൊക്കെ 1842. ഖഅബയുടെ ഹില്ലല്ലേ, ഇന്ന് കറുപ്പാണ്. ഇത് നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ചതാണ്. ഖഅബയെ പതിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിർമ്മിച്ച ചുമപ്പ് ഹില്ലയാണ്. ഖഅബയുടെ ഹില്ലയുടെ ഓരോ കഷ്ണങ്ങളാണ്. നേരത്തെ കണ്ടില്ലേ, പച്ച, ചുമപ്പ്, കറുപ്പ്, വെള്ള കഷ്ണങ്ങൾ കേട്ടോ ഹില്ലയുടെ. കഅബയുടെ വാതിലുമുള്ള വിരിയില്ലേ, വാതിലുമുള്ള വിരി ഇപ്പൊ നമ്മളെങ്ങനെ കാണുന്നത്? ഈ ഭാഗം ഇപ്പുറത്തേക്കും ഈ ഭാഗം അപ്പുറത്തേക്കും വലിച്ചു കെട്ടിയതായിട്ടാണ് നമ്മളിപ്പോ കാണുന്നത്. ഇത് നിവർത്തി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ഇങ്ങോട്ട് പോവാം. ഹിജറ 65 ഉണ്ടായിരുന്ന പള്ളിയുടെ ഒരു തൂണാണ്. ഹിജറ 65 കേട്ടോ. ഇത് ഫഹദ് ബിൻ അബ്ദുൽ അസീസ് ആലു സഊദ് 1404 പള്ളിയിലേക്ക് നിർമ്മിച്ച മരപ്പെട്ടിയാണ്. ഹിജറ 1404 രാജാവ് ഫഹദ് രാജാവ് കേട്ടോ കുട്ടികളെ. ഹിജറ 65 എന്ന് പറയുമ്പോ ഇപ്പോ 1447 അല്ലേ? അപ്പൊ ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ്, 1300-ലധികം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ തീപിടുത്തം. അതിനകത്ത് കഅബക്കകത്തുണ്ടായിരുന്ന മരത്തിന്റെ തൂണാണിത്. കേൾക്കുന്നുണ്ടോ? അല്പഭാഗം കത്തിപ്പിടിച്ച് കണ്ടോ? പൂർണ്ണമായും കത്താത്ത 3 തൂണുണ്ട്. 3 തൂണ് മരത്തിന്റെ. ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് നല്ല തിരക്കാണ്. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. ഇത് പഴയതാണ്. കല്ല് അവിടെ ഉണ്ട്, ഫ്രെയിം ഇവിടെ ഉണ്ട്. എന്താ മുത്താൻ വല്ലാണ്ട് ഓടിയിട്ട് മുത്തണ്ട, ഫ്രെയിം മാത്രമാണിത് കേട്ടാ. കഅബയുടെ പഴയ ഒരു വാതിലിന്റെ താക്കോല്. ഇത് പഴയ കാലത്ത് സംസം വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന വെള്ളിയുടെയും മറ്റും പാത്രങ്ങളാണ് കേട്ടോ. കഅബയുടെ തറ കണ്ടിക്കണങ്ങള്? കഅബയുടെ തറ കണ്ടപ്പോ ഓരോ വളയം കണ്ടിട്ടുണ്ടോ? വളയം ഹില്ല പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ച് കെട്ടാൻ വേണ്ടി. അങ്ങനെ ആദ്യകാലത്ത് കെട്ടിയിരുന്ന വളയാണത്. പിന്നീട് ഇപ്പൊ ഒക്കെ ഉള്ളത് ഇങ്ങനെയാണ് കണ്ടോ. ഇപ്പൊ ഉള്ള വളയം കണ്ടോ? ആ സാധനം തറമ പതിപ്പിച്ചിട്ടുണ്ട്. ആ പരന്ന സാധനം അത് പത്തിരി ചട്ടിയല്ല, പരന്ന സാധനം കഅബയുടെ തറമ പതിപ്പിച്ചിട്ടുണ്ടോ. എന്നിട്ട് ഈ സാധനം ഇങ്ങനെ ഉരുട്ടും. എന്നിട്ട് അവിടെ പതിപ്പിച്ചിട്ട് ഈ ഹില്ല പിടിച്ച് വലിച്ചു കെട്ടും. അതാണത്. ഹിജറ 852 ഫൗണ്ടേഷന്റെ ഭാഗമായിട്ടുള്ള ഖുർആൻ കൊത്തിവെച്ചിട്ടുള്ള ഒരു കല്ലാണ്. 119 കഷ്ണാണ് കേട്ടോ. 1119. നിസ്കാരത്തിന്റെ സമയം നിർണ്ണയിക്കാൻ കഅബയിൽ മസ്ജിദുൽ ഹറാമിൽ ഉണ്ടായിരുന്ന സമയ നിർണയ ഒരു പലകയുണ്ട് കേട്ടോ. 1352
അഥവാ ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് മസ്ജിദുൽ ഹറാമിൽ ഉണ്ടായിരുന്ന വാച്ചും അതിന്റെ യന്ത്രവും. ബാങ്ക് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്ന അദാൻ മൈക്കാണ് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ബാങ്ക് അതുപോലെ ഇമാമിന്റേതല്ല, ഇത് ഇമാമിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയത്. മസ്ജിദുൽ ഹറാമിലെ ഇമാമിന് വേണ്ടി വിരിക്കപ്പെട്ടിരുന്ന പഴയ മുസല്ല, ഇതെല്ലാം അങ്ങനെ തന്നെ. വാതിലാണ് മസ്ജിദുൽ നബവിയുടെ വാതിലാണ് കണ്ടത്, പഴയ മസ്ജിദുൽ നബവിയുടെ പഴയ വാതിൽ. ഇത് മസ്ജിദുൽ നബവിയുടെ 998 മസ്ജിദുൽ നബവിയിൽ ഒത്തുപോടിയിരുന്ന മിമ്പറിന്റെ വാതിലാണ്. നബവിയിലെ മദീനത്തെ പള്ളി മസ്ജിദുൽ നബവിയുടെ ജനലിന്റെ മേലെ ഉണ്ടായിരുന്ന ഡിസൈനുള്ള ജനലാണ്, ജനലിന്റെ മേലെ വെച്ചിരുന്ന സംഗതിയാണ്. 1201 ഹിജറ 1201 പള്ളിയുടെ ജനലിന്റെ മേലുണ്ടായിരുന്ന ആർച്ചുകൾ കേട്ടോ. സുൽത്താൻ അബ്ദുൽ ഹമീദ് ഖാൻ വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ. 1299 പള്ളിയുടെ മിനാരം, ഇന്ന് കോൺക്രീറ്റിന്റെ മിനാരങ്ങളല്ലേ അല്ലേ, അന്നുണ്ടായിരുന്ന മിനാരാണ്. 1299 പള്ളിയുടെ മേലുണ്ടായിരുന്ന മിനാരം. ഒരു മിനാരാണിത്. കണ്ടങ്ങള് മിനാരം കണ്ടോ? നമ്മള് കണ്ട മിനാരം കണ്ടോ? ആ മിനാരം അതാണത് കണ്ടോ. വലിയ മിനാരങ്ങളുടെ മുകളിൽ പോലും ഉണ്ടായിരുന്നതാണ്. സംസം കിണറിന്റെ ആൾമറയാണ്. സംസം കിണറില്ലേ, അതിന്റെ ഉള്ളിലേക്ക് നോക്കൊന്നും വേണ്ട. കിണർ ഇവിടെ അല്ല, കിണർ പക്കത്താ കേട്ടാ. ഇതതിന്റെ ആൾമറ, അതിന്റെ ബക്കറ്റ്, അതിന്റെ കപ്പി. 1299 കുട്ടികളെ 1299 സംസം വെള്ളം വെച്ചിരുന്ന പാത്രാണ്. ഇന്നിപ്പോ വലിയ കന്നാസനല്ലേ വെക്കണത്. അന്ന് സംസം വെള്ളം വെച്ചത് 1299 ഈ പാത്രത്തിൽ. ഇത് തോൽപാത്രാണ്, ഇത് ആടല്ല. തോലിന്റെ പാത്രം, വെള്ളം എടുക്കാൻ കൊണ്ടാലൊക്കെയുള്ള തോൽപാത്രം. ഇതൊക്കെ സംസം കിണറിന്റെ ഭാഗത്ത് കുത്തിവെച്ചിരുന്നതാണ് കേട്ടോ. സംസം ലിമാശുരിബ ലഹു ഹദീസേ സംസം കിണറിന്റെ അടുത്ത് എഴുതി വെച്ചിരുന്ന ആദ്യ കാലം. ഇനി ഇത് നോക്കിക്കോളി, ഇതൊരു വലിയ പാടാണ്. ഇപ്പുറത്തേക്ക് എല്ലാവരും ഇതൊന്ന് പഠിച്ചോളി. സംസം കിണർ കണ്ടില്ല എന്നാരും പറയണ്ട. ഈ പുറത്തേക്ക് എന്നോളി, സംസം കിണർ കാണിച്ചു തരാം. സംസം കിണർ കണ്ടിക്കണ, ഇതാ സംസം കിണർ. ഇതാ സംസം കിണറാണ് ഇപ്പൊ ഈ കാണുന്നത്. അതായത് കിണറ് ഫുള്ള് വെള്ളാണ് കുട്ടികളെ. കിണറ് മൊത്തം ഈ കാണുന്ന വെള്ളാണ്. കിണറ് മൊത്തം വെള്ള. ഇതാ ഓരോന്നും കൊടുത്തിരിക്കും. കിണറിന്റെ പിന്നെ നീളവും വീതിയും ഒക്കെ കൊടുത്തിരിക്കുന്നതാ. ഏകദേശം ഈ നടുന്ന് ഈ ഭാഗത്ത് നിന്നാണ് എന്ത് ചെയ്യണത്, കിണറിന്റെ നടുഭാഗത്ത് നിന്ന് എല്ലാ ഭാഗത്തേക്കും കൂടി വെള്ളം ഇറങ്ങാണ്. മനസ്സിലായോ? നടുഭാഗത്ത് നിന്ന് എല്ലാ ഭാഗത്തേക്കും കൂടി വെള്ളം. എവിടെ ഈ കിണർ നിൽക്കുന്ന മരുഭൂമിയിൽ, എവിടെ മരുഭൂമിയിൽ. ഖുർആനിന്റെ കൈയെഴുത്ത് പ്രതി കേട്ടാ. ഖുർആൻ കൈ കൊണ്ട് എഴുതിയത് കേട്ടോ. എല്ലാം കൈയെഴുത്താണ്, എല്ലാം കൈയെഴുത്താണ്. ഇതിങ്ങോട്ട് വരും.